Okay students, so നമുക്ക് മോഷനിലെ പ്ലെയിനിലെ തേർഡ് പാർട്ടിലോട്ട് കിടക്കാം. ഇന്ന് ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓൾ അബൌട്ട് പ്രൊജക്ടൈൽ മോഷൻ. ഈ ഒരു ചാപ്റ്ററുടെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ്, പ്രൊജക്ടൈൽ മോഷൻ. ബിക്കോസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആ ഒരു എക്സാമിന് ഒരു പോർഷൻ വരുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് പ്രൊജക്ടൈൽ മോഷനിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ നമ്മൾ വാട്ട് ഇസ് പ്രൊജക്ടൈൽ മോഷൻ, എന്താണ് പ്രൊജക്ടൈൽ മോഷൻ, എങ്ങനെയാണ് ആ മോഷൻ ട്രാവൽ ചെയ്യുന്നത്, ഇറ്റ്സ് എ പാരബോളിക് ഷേപ്പ് ആണ്, അതെങ്ങനെ വന്നി എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ എത്രത്തോളം ഹൈറ്റിൽ നീങ്ങുന്നു, എത്രത്തോളം വീതിയിൽ നീങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്ത് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടാണ് പ്രൊജക്ടൈൽ മോഷൻ. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കണം കേട്ടോ. സോ പ്രൊജക്ടൈൽ മോഷൻ ഇസ് എനി ഒബ്ജക്റ്റ് വിച്ച് ഇസ് ഗിവൻ ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് മൂവ്സ് ഇൻ സ്പേസ് ഫ്രീലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ദാറ്റ് മോഷൻ ഇസ് കോൾഡ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രീലി വെറുതെ എയറിൽ നമ്മളൊരു സാധനം എറിയുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്തായാലും ഗ്രാവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുമ്പോൾ ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. എക്സാമ്പിൾ, ബോംബ് റിലീസ് ഫ്രം എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ നിന്ന് ഒരു ബോംബ് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് നമ്മൾ എറിയുക. അപ്പോൾ ആ എയറിൽ ഫ്രീയിൽ പോകും അല്ലേ. അപ്പോൾ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം അത് അറ്റൈൻ ചെയ്യുന്ന ട്രാജക്ടറി അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ്റെതായിരിക്കും. ആ ഒരു ഷേപ്പ് നമുക്ക് ഇതേപോലെ ആയിരിക്കും. ചിലത് നേരെ കുത്തനെ പോയി മാക്സിമം ഹൈറ്റ് പോയി താഴെ വീഴുന്നു, പരന്ന് പോയി താഴെ വീഴുന്നു. ചിലത് കുറച്ച് സ്പീഡിൽ എറിഞ്ഞാൽ ഇങ്ങനെ പോയി താഴെ വീഴും, ചിലത് ഇങ്ങനെ. അപ്പോൾ ചിലത് മാക്സിമം ഹൈറ്റിലേക്ക് പോവും, ചിലത് കുറച്ച് റേഞ്ച് കൂടിയ സ്ഥലത്ത് പോവും. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് എത്ര ദൂരെ വരെ പോകുന്നു, മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മേലെ പോയിട്ടാണ് താഴേക്ക് വീഴാൻ. അപ്പോൾ അതിനെയാണ് റേഞ്ചും ഹൈറ്റും പോകാമെന്ന് പറയാം. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കേർവ്ഡ് ഷേപ്പിനെ വിളിക്കുന്നതാണ് പാരബോള. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ ഇസ് കോൾഡ് ട്രാജക്ടറി ആൻഡ് ഇറ്റ് ഇസ് എ പാരബോള. ഈ ഒരു ട്രാജക്ടറി, ആ പാത്തിൻ്റെ ട്രാജക്ടറി എന്നും ആ ഒരു ഷേപ്പിനെ പാരബോള എന്നാണ് വിളിക്കാം. അപ്പോൾ അത് എത്രത്തോളം നീങ്ങും, എത്രത്തോളം ഹൈറ്റ് പോകും, നമുക്ക് കൃത്യം ഒരു പൊസിഷൻ അറിയണം അല്ലേ. ഈ ഒരു സാധനം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം എവിടെ എത്തും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. അതാണ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് താഴേന്ന് മേലേക്ക് എറിഞ്ഞപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ആൻഡ് വൈ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു. ഫൈനൽ വെലോസിറ്റി ഈ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ എറിഞ്ഞ് ഒരു വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിഞ്ഞ് താഴെ വീഴുമ്പോൾ അത് വെലോസിറ്റി ഇല്ലാതെ താഴെ നീങ്ങുന്ന ഒരു ഒബ്ജക്റ്റിനാണ് വെലോസിറ്റി ഉണ്ടാവുക. അപ്പോൾ താഴെ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഒരു ഒബ്ജക്റ്റിന് 0 ആയിരിക്കും. അതിന് ഇനീഷ്യൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഗ്രാഫിലി റെപ്രസെൻ്റ് ചെയ്തു യു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്റ്ററിന് നമുക്ക് രണ്ട് കമ്പോണൻറ്റ് വെക്റ്റേഴ്സിനെ ഒരു സിംഗിൾ റിസൾട്ടൻ്റ് വെക്റ്ററും ആക്കാം. അപ്പോൾ ഇവിടെ യുവിനെ ഞാൻ യു എന്ന് പറയുന്ന വെക്റ്ററിനെ രണ്ട് കമ്പോണൻസ് ആക്കിയതാണ് ഈ യു സൈൻ തീറ്റയും യു കോസ് തീറ്റ. നേരത്തെ നമ്മൾ ആർ സൈൻ തീറ്റ, ആർ കോസ് തീറ്റ എന്ന് വെച്ചില്ലേ, അതുപോലെ ഇവിടെ യു എന്ന് പറഞ്ഞ വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആക്കി, യു സൈൻ തീറ്റ, യു കോസ് തീറ്റ, അങ്ങനെ രണ്ട് വെക്ടർ കമ്പോണൻസ് ആക്കി. ഇത് ഹൊറിസോണ്ടലും ഇത് വേർട്ടിക്കൽ കമ്പോണൻറ്റും. ഇത് ഹൊറിസോണ്ടലും ഇത് വേർട്ടിക്കൽ കമ്പോണൻറ്റും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇവിടെ നമ്മൾ നോക്കാറില്ല. ബിക്കോസ് മാക്സിമം ഹൈറ്റിന് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ലേ, O to A ഹൊറിസോണ്ടലിയാണ് വേർട്ടിക്കലിയാണ് വേണ്ടത്, ഹൊറിസോണ്ടലി വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കമ്പോണൻ്റ് എപ്പോഴും വേർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും. മാക്സിമം ഹൈറ്റ് AC, ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്ര മാക്സിമം ഹൈറ്റിൽ പോയി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞു വേർട്ടിക്കൽ എടുക്കുള്ളൂ, ഹൊറിസോണ്ടൽ എടുക്കില്ല, യു സൈൻ തീറ്റ. ഫൈനൽ വെലോസിറ്റി V=0 ആണ്. ഇനി ആക്സിലറേഷൻ രണ്ടെണ്ണമുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇവിടെ മോഷൻ പോകുന്നത് മേലേക്കും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് താഴേക്കാണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ =-g. സെയിം സൈഡ് ആകുമ്പോഴാണ് പോസിറ്റീവ് ജി വരിക. ഇത് ബോൾ മോളിക്കും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്
ആക്സിലറേഷൻ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് ജി ആണ്. സോ ദെയർഫോർ എ ഈക്വൽ ടു നമുക്ക് നെഗറ്റീവ് ജി എന്ന് കിട്ടി. ഇനി നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ ഒരു ഇക്വേഷൻ എടുത്തു. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ആ ഇക്വേഷനിൽ തന്നിരിക്കുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V0 യു നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കുള്ളൂ, അതിട്ടു. എ നെഗറ്റീവ് ജി കിട്ടി. NS ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, മാക്സിമം എത്രത്തോളം ഡിസ്പ്ലേസ്ഡ് ആയി, സിയിൽ നിന്ന് താഴേന്ന് മേലേക്ക് എത്ര മാക്സിമം ഡിസ്പ്ലേസ് ആയി, അതാണ് നമ്മുടെ ഹൈറ്റ് h. തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കി 2 ഇൻറ്റു നെഗറ്റീവ് ജി ഇൻറ്റു എച്ച് എന്താവും, നെഗറ്റീവ് 2gh. അത് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, പോസിറ്റീവ് 2gh ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി 2g എന്ത് ചെയ്യും, ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷനായി. ഈ 2gനെ മാത്രം ഇപ്പുറത്ത് നിർത്തി എച്ചിനെ അവിടെ നിർത്തു. അപ്പോൾ h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് മാക്സിമം ഹൈറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഇവിടുന്ന് എറിഞ്ഞ് ബിയിലോട്ട് എത്താൻ എത്ര സമയമെടുത്തു, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അതും മാക്സിമം ഹൈറ്റ് പോകുന്നതനുസരിച്ചിട്ടാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് പറയാം. അപ്പോൾ അവിടെയും നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കുള്ളൂ. ദാറ്റ് ഈസ് യു ഇസ് ഇക്വൽ ടു യു സൈൻ തീറ്റ. അവിടെയും ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് താഴേന്ന് മേലെ പോയി വീണ്ടും താഴെ എത്തി. അപ്പോൾ ശരിക്കും ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ, തുടങ്ങിയോട് തന്നെ തിരിച്ചെത്തി അല്ലേ, താഴെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ 0 ആണ്. മറ്റേത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു കണ്ടിരുന്നത്, പക്ഷേ ഇത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരിക, അത് മുകളിൽ പോയി വീണ്ടും താഴെ വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ടി എന്ന് ഇട്ട് കൊടുത്തു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. സോ അവിടെ നെഗറ്റീവ് ജി തന്നെ എടുത്താൽ മതി. എ ഈക്വൽ ടു നെഗറ്റീവ് ജി. ഇവിടെ ടൈമിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കാൻ. അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ലോസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷൻ എടുത്തു. തന്നിരിക്കുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ്സിന് 0, യു ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് എക്ക് മൈനസ് ജി ടി സ്ക്വയർ. ഇവിടെയും -1/2 ജി ടി സ്ക്വയർ വരും അല്ലേ. 1 മൈനസ് ഈ മൈനസ് ജി വന്നതുകൊണ്ട് ഇത് എന്തായി മാറും, -1/2 ജി ടി സ്ക്വയർ. ഈ -1/2 ജി ടി സ്ക്വയർ ഈക്വൽ ടുടെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറി, +1/2 ജി ടി സ്ക്വയർ. അങ്ങനെ ഇവിടുത്തെ ടി സ്ക്വയറും ഇവിടുത്തെ ടിയും കട്ടായി പോകും, ഈക്വൽ ടുടെ അപ്പുറത്തായതുകൊണ്ട്. ബാക്കി ഒരു ടീനെ മാത്രം ഇവിടെ നിർത്തി. 2 ഡിവിഷൻ ഉള്ളത് ഈക്വൽ ടുടെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ജി മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുടെ ഇപ്പുറത്ത് പോകുമ്പോൾ ജി ആവും. നോക്കൂ, 2 ഇപ്പുറത്തും ജി ഇപ്പുറത്തും. അങ്ങനെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ നമുക്ക് എടുക്കാനുള്ളത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ഓഫ് ട്രാജക്ടറിയിൽ ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗമാണ് അല്ലേ. വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ല വേണ്ടത്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്. നോക്കൂ, ഹൊറിസോണ്ടൽ വെച്ചാൽ എത്ര ദൂരം പോയി, ഇത്രയാണോ എത്ര ദൂരം പോയി എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, എത്ര മാക്സിമം ഹൈറ്റ് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെർട്ടിക്കൽ കമ്പോണൻ്റ് വേണം. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് മീൻസ് എത്ര ദൂരം പോയി, ചിലത് ഇത്രയും പോയി, ഇത്രയും പോവും, ചിലത് ഇത്രയും പോവും, ചിലത് ഇത്രയും പോവും. അപ്പോൾ ആ മാക്സിമം റേഞ്ച്, ആ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ എക്സ്പ്രഷൻ എത്രത്തോളം ഒരു ഒബ്ജക്റ്റ് പോവും, ഇതിൻ്റെ പാരബോളിക് എക്സ്പ്രഷനിൽ എത്രത്തോളം ഒരു ഒബ്ജക്റ്റ് നീങ്ങും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ആർ അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ആർ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ആർ, O to B വരെ റേഞ്ച് ആർ. ഇനി ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി യു സൈൻ തീറ്റ, യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ല, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് നമുക്ക് വേണ്ടത്, വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ല ഹൊറിസോണ്ടലായ യു കോസ് തീറ്റ.
അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് യു കോസ് തീറ്റ എടുത്തു. നേരത്തെ ചെയ്ത പോലെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് 2u sin theta by g. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതൊരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. നമ്മളത് എന്ത് ചെയ്തു? നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ യു രണ്ട് യു ഉണ്ടല്ലേ, ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. ആ യുവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഞാൻ ആദ്യം സൈൻ തീറ്റ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും കുഴപ്പമില്ല. കോസ് തീറ്റ ആദ്യം എഴുതി, സൈൻ തീറ്റ ആദ്യം എഴുതി. അപ്പം ഞാൻ എന്ത് ചെയ്തു? സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ട്രിഗണോമെട്രിയിൽ മാത്സിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഫോർമുല 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റയാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആൻഡ് വി ഗെറ്റ് സൈൻ 2 തീറ്റ. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ എഴുതും. യു സ്ക്വയറും ജിയോ ഒക്കെ അങ്ങനെ തന്നെ എഴുതും. ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് എഴുതാണ്? സൈൻ തീറ്റ സൈൻ 2 തീറ്റ എന്ന് എഴുതാണ്. ഇനി മാക്സിമം വാല്യൂ എത്രത്തോളം ഇത് മാക്സിമം പോകും എന്നറിയണമെങ്കിൽ ഒരു വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഏത് ഡയറക്ഷനിൽ ഇങ്ങനെ പാരബോളിക് ഷേപ്പിൽ ഏറ്റവും മാക്സിമം റേഞ്ച് എപ്പോഴാണ് കിട്ടാന്ന് അറിയാൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഇസ് സൈൻ 2 തീറ്റ 1 കിട്ടുമ്പോഴായിരിക്കും അത് ഏറ്റവും മാക്സിമം പോവാം. അത് 1 കിട്ടണമെങ്കിൽ 2 തീറ്റ എന്ന് പറയുന്നത് 90 ആയിരിക്കണം. ബിക്കോസ് സൈൻ 90 ആണ് 1. 2 തീറ്റ 90 ആണെങ്കിൽ ടി 45 ആണ്. ദാറ്റ് ഇസ് 2 × 45 ആണ് തീറ്റ. അപ്പോഴാണ് തീറ്റ 45. നിങ്ങൾ ജാവലിൻ ത്രോ ഇപ്പോൾ റീസെൻ്റ്ലി 2021 ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നമുക്കൊരു ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു ഒളിമ്പിക്സിൽ അല്ലേ. വാട്ട് വാസ് ദ സ്പെക്കുലാരിറ്റി? അവൻ്റെ എല്ലാ ത്രോവും 45 ഡിഗ്രി ആയിരുന്നു. ബിക്കോസ് മാക്സിമം ജാവലിൻ ത്രോ എങ്ങനെയാണ്? ഒരു വടി പോലത്തെ സാധനം എറിഞ്ഞ് നേരെ മാക്സിമം അവിടെ അല്ലേ എത്രത്തോളം ദൂരം നമുക്ക് എറിയാൻ പറ്റുന്നു അതാണ് മാക്സിമം അവൻ്റെ പോയിന്റ്സ്. അപ്പോൾ എപ്പോഴും ഒരു 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് നമുക്ക് കൃത്യം മാക്സിമം ഒരു റേഞ്ചിൽ ആ ഒരു ജാവലിൻ അവിടെ എത്തുള്ളൂ. അതാണ് അവിടെ 30 തീറ്റ ഈക്വൽ ടു 45 എടുക്കണം എന്ന് പറയുന്നത്. 30 ഈക്വൽ ടു 45 മാക്സിമം വാല്യൂ. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീറ്റയ്ക്ക് എന്ത് കൊടുക്കണം? 45 ആൻഡ് സൈൻ 90 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ദി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആർ മാക്സ് വിൽ ബി ഈസ് ഈക്വൽ ടു യു സ്ക്വയർ by g. Okay, next നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ട്രാജക്ടറി ആണ് വേണ്ടത്. ദാറ്റ് ഇസ് ദി മാക്സിമം എന്ന് വെച്ചാൽ അതിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ട്രാജക്ടറിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻ. ആ കംപ്ലീറ്റ് പ്രൊജക്ടൈൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എല്ലാം കൂടിയിട്ടുള്ള ആ കംപ്ലീറ്റ് പാത്തിൻ്റെ ഇക്വേഷൻ വേണം. അപ്പോൾ പാത്തിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൊറിസോണ്ടൽ മോഷൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കറിയാം. നമ്മൾ നേരത്തെ ഓരോ പാർട്ടിലും ഇനീഷ്യൽ വെലോസിറ്റിയും ഹൊറിസോണ്ടലിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ ഇനീഷ്യൽ വെലോസിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലോട്ട് പോകാം. ദാറ്റ് ഇസ് ഡിസ്റ്റൻസ്, ആ ഒരു പാത്തിൻ്റെ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ദാറ്റ് ഇസ് അല്ലേ പാത്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പം നമുക്ക് എസ് ആണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. സോ ഹിയർ ഇസ് ദി ഇക്വേഷൻ. ഞാൻ വീണ്ടും റീഡ്രോ ചെയ്തു. അപ്പോൾ ഈ കംപ്ലീറ്റ് പാത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും എല്ലാം വേണം. അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ എടുത്താൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അതിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്റ്റൻസും ടൈമും ആക്സിലറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ആണ് മോഷൻ്റെ ലോസ് ഓഫ് മോഷൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഇസ് എസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ്, അത് നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. ഹൊറിസോണ്ടൽ ആണല്ലോ, അപ്പോൾ ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആണ് ഡിസ്റ്റൻസ് കവേർഡ് ഫോർ ദി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ എസിന് പകരം എക്സ് എടുത്തു ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഇനീഷ്യൽ വെലോസിറ്റി യു നമുക്കറിയാം ഹൊറിസോണ്ടൽ ആണ്, സോ ഇറ്റ് ഷുഡ് ബി യു കോസ് തീറ്റ. ബിക്കോസ് ഇവിടെ യു കോസ് തീറ്റ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് ഇവിടെ യു സൈൻ തീറ്റ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ യു കോസ് തീറ്റ എടുത്തു ഇൻറ്റു ടി പ്ലസ്, ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് ഹാഫ് എയുടെ സ്ഥാനത്ത് ആക്സിലറേഷൻ എന്തായിരിക്കും?
ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0 ആണ് കേട്ടോ. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഒരു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവിടെ തൊട്ട് ഇവിടെ വരെ മാത്രം നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി -g. ഇവിടെ തൊട്ട് ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി +g. ബിക്കോസ് മോഷനും ആക്സലറേഷനും, ദാറ്റ് ഇസ് മോഷൻ പോകുന്നത്, ബോൾ പോകുന്നത് ഈ ഡയറക്ഷൻ, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് താഴെ, അപ്പോൾ -g. ഇവിടെ തൊട്ട് ഇവിടെ വീഴുമ്പോഴോ, ഇവിടെ തൊട്ട് ഇവിടെ വരെ വീഴുമ്പോൾ ഗ്രാവിറ്റി താഴേക്ക്, അതുപോലെ മോഷൻ ഓഫ് ദി ബോളും താഴേക്ക്, അപ്പോൾ അവിടെ പോസിറ്റീവ്. അപ്പോൾ -gയും +gയും കൂടി 0 ആയി. ദാറ്റ് ഇസ് ടോട്ടലി നോക്കുമ്പോൾ, ഈ ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ടോട്ടലി നോക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താവും? 0 ആയി മാറും. t² നമ്മൾ t² എന്ന് എഴുതി. ഇതിൽ നിന്ന് ഈ 1/2 × 0 × t² × 0 ആണ്. 0 കൊണ്ട് എന്ത് ചെയ്താലും ആ ടേം അങ്ങനെ തന്നെ 0 ആയി മാറി. ബാക്കിയുള്ളത് എടുത്ത് u cos θ × t. അതിൽ നിന്ന് ടീനെ മാത്രം ഇവിടെ നിർത്തി u cos θ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പം x/u cos θ ഡിവിഷനായി. കണ്ടോ, ടീനെ മാത്രം ഇവിടെ നിർത്തി u cos θ ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറി. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കണം? ഫോർ വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ്റെ എക്സ്പ്രഷൻ എക്സിൻ്റെ സ്ഥാനത്ത് വെർട്ടിക്കൽ ആണ് നോക്കണ്ടേ, അപ്പോൾ y ആണ് എടുക്കേണ്ടത്. y ഈക്വൽ ടു ആൻഡ് കമ്പോണൻറ്റ് ചെയ്ത് എടുക്കണ്ടേ, വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് എടുക്കേണ്ടത്, വിച്ച് ഇസ് u sin θ ഇൻറ്റു t പ്ലസ്, ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് 1/2 ഏത് സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? വെർട്ടിക്കൽ കമ്പോണൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം പെടുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്നിട്ടുള്ള വാല്യൂ, ഇവിടെ നിന്നിട്ടുള്ള വാല്യൂ നോക്കി. നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നോക്കേണ്ടത്, ഈ ഒരു ലൈനിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ഭാഗം വരുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ഭാഗവും വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഹൊറിസോണ്ടൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നേരെ മേലെ പോകുന്ന ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് -g ആയിരിക്കും. അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി -g ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇനി -g കൊടുത്തു, t² കൊടുത്തു, u = u sin θ ഇൻറ്റു t -1/2 gt². നോക്കി ഇവിടെ 1/2 - g × t². ഇത് ഒക്കെ കൂടി എന്താവും? 1/2 gt² ആയി മാറും. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. y = u sin θ ഇൻറ്റു t -1/2 gt². ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3, ദാറ്റ് ഈസ് substituting equation 2 in 3. Substituting equation 2 in 3. ഈ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടാം? y = u sin θ. ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? t = ഇത് കിട്ടിയേക്കണം. അപ്പം t × x/u cos θ പ്ലസ് അല്ല, ഇവിടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നപ്പോൾ മൈനസ് ആണ് വരുന്നത്, പ്ലസ് അല്ല കേട്ടോ, -1/2 g. ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കുക? വീണ്ടും ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ, x/u cos θ². ഈ ഒരു ഇക്വേഷനിൽ ടിക്ക് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ഒരു ടിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ x/u cos θ എന്ന് ഇട്ട് കൊടുത്തു. ഇനി ഇതേ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? y = sin θയും cos θയും കൂടി എന്തായി മാറും? ആദ്യം തന്നെ യും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ sin θ എന്ന് പറയുന്നത് ഹോൾ ആണല്ലോ, sin θ × x എന്ന് പറഞ്ഞാൽ sin θ cos θ. അപ്പോൾ sin θയും cos θയും കൂടി എന്താവും? tan θ ആയി മാറും. അപ്പോൾ tan θ × x അവിടെ ഉണ്ട്, മൈനസ് ഈ ജീനെ ഞാൻ ഈ ഒരു ഫോർമാറ്റിന് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് കേട്ടോ, ഈ ഒരു ഫോർമാറ്റിൽ തന്നെ. അപ്പോൾ ഞാൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ, ഇതിനെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും? x²/u²θ. അതിലെ x² മാത്രം ഞാനൊന്ന് മാറ്റി എഴുതി വെക്കാൻ പോവാം. 1/2 ജീനൊക്കെ ഉള്ളിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? g/u².
2 കൊടുത്തു, 2 കൊടുത്തു യു കോസ് തീറ്റ, അവർക്കൊക്കെ സ്ക്വയർ ഉണ്ട്. എന്നിട്ട് ഭംഗിക്ക് മാത്രം ഈ എക്സ് സ്ക്വയറിനെ, ഇവിടെ ഉള്ള എക്സ് സ്ക്വയറിനെ ഒന്ന് ബ്രാക്കറ്റിന്റെ ജസ്റ്റ് ഇവിടെ ആക്കി എഴുതി എക്സ് സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടി? ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷനും നമ്മുടെ പാരബോളഡ് ഇക്വേഷൻ y ഈക്വൽ ടു ax മൈനസ് bx സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. ടാൻ തീറ്റയ്ക്ക് പകരമാണ് ഇവിടെ a ബാക്കി ഇൻറ്റു എക്സ്, ബിക്ക് പകരം എന്താ ജി ബൈ 2u സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പം ഈ ഇക്വേഷനും സെയിം ആയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ട്രാജക്ടറിയുടെ ഇക്വേഷൻ ഓഫ് ദി ട്രാജക്ടറി കിട്ടിയത് എന്തിനോട് ഈക്വൽ ആണ്? പാരബോളനോട് ഈക്വൽ ആണ്, പാരബോള. അപ്പോഴാണ് നമുക്ക് പ്രൂഫ് കൺഫേം ആയത്. ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റ് ഫ്രീലി സ്പേസിലൂടെ പ്രൊജക്ടൈൽ മോഷൻ പാത്ത് സ്വീകരിക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് പോകുന്നത് ഒരു പാരബോളിക് ഷേപ്പ് ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രൊജക്ടൈൽ മോഷൻ ഇസ് എ പാരബോളിക് ഇൻ ഷേപ്പ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഷൻ ഇൻ എ പ്ലെയിൻ ചാപ്റ്റർ 4-ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. പ്രൊജക്ടൈൽ മോഷൻ്റെ കംപ്ലീറ്റ് ഇതിൽ നിന്ന് ഓരോ ഇക്വേഷൻസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആസ് സച്ച് ഒരു വലിയ ഒരു മാർക്കിൻ്റെ തന്നെ പ്രൊജക്ടൈൽ മോഷൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതെല്ലാം ഒരു പ്രൊജക്ടൈൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ഹൗ ഇറ്റ് വിൽ ബി പ്രൂവ് ടു ബി എ പാരബോളിക് ഷേപ്പ്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു.